ഒരു ബൗളില് ഉപ്പാണ് കേട്ടോ, പിന്നെ നാരങ്ങ. കയ്യിലെന്തിട്ടാ? കയ്യില് ഒന്ന് റോട്ടി കൂടി എന്തിട്ടാ പോണത്? അഴുകിയ മനുഷ്യൻ ആരെന്തിട്ടാ? അഴുക്ക് മരപ്പൊത്ത്. മലപ്പുറത്ത് ആദ്യമേ തൊട്ടിരുന്നു. മൈഗ്രേൻ. മൈഗ്രേൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് വിച്ചു മമ്മിയും ഒരു അടിപൊളി ചലഞ്ച് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട്. നമ്മൾ ഇത്ര നാള് നമ്മുടെ സൗദിയിലെ വ്ളോഗ് ഒക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മള് നാട്ടിലാണല്ലേ വിച്ചു? അച്ഛൻ ഗൾഫിൽ പോയല്ലേ? അച്ഛൻ തിരിച്ചു പോയി. അപ്പൊ നമ്മളിപ്പോ നാട്ടിലാണുള്ളത്. അപ്പൊ എന്റെ വീട്ടിലാണ് ഇപ്പൊ ഞാനുള്ളത്. അപ്പൊ നമ്മുടെ ഈ പ്രാവശ്യം ഈ വ്ളോഗില്, നമ്മുടെ ഈ ചലഞ്ചില് നമ്മുടെ കൂടെ കൂടാനായിട്ട് രണ്ടുപേരും കൂടി ഉണ്ട്. ആരൊക്കെ വിച്ചു? അപ്പുമാമനും ഷിന്തമാമയും. അപ്പൊ എന്റെ അമ്മയും അനിയനും കൂടി നമ്മുടെ കൂടെ ഈ ചലഞ്ചിൽ പങ്കെടുക്കാനുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്റെ അമ്മേനെ വിളിക്കാം. അമ്മ, കമോൺ വാ. അപ്പൊ എന്റെ അമ്മേനെ എല്ലാരും പരിചയപ്പെട്ടോട്ടാ. ചലഞ്ചൊക്കെ ഏതാന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരും. അടിപൊളി ചലഞ്ചൊക്കെയാണ്. അപ്പൊ ഇതാണ് എന്റെ അമ്മ. അമ്മേന്റെ വ്ളോഗൊക്കെ കാണാറില്ലേ? വീഡിയോ ഒക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അമ്മയൊക്കെ നല്ല സപ്പോർട്ടീവ് ആണ്. അതാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അതാറുണ്ട് ആളും ചലഞ്ചിന് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഇനി അടുത്തതായിട്ട് എന്റെ അനിയനെ വിളിക്കാം. അപ്പുമാമ വിളിക്കേ. അപ്പുമാമൻ. അപ്പുമാമൻ ഇതാണ്. യെസ്, ഇതാണ് എന്റെ അനിയൻ. അപ്പൊ നമ്മളിത് നമ്മുടെ ചലഞ്ച് എന്താന്ന് ഇനി പറയാലടാ. അപ്പൊ നമ്മുടെ ചലഞ്ച് നമ്മൾ ഇനി അടിപൊളി ചലഞ്ചസും വീഡിയോസ് ഒക്കെ ആയിട്ട് എന്തായാലും വരുന്നതാണ്. അപ്പൊ നമ്മുടെ ചാനൽ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ നമ്മുടെ ചലഞ്ച് എന്താന്ന് വിചാരിച്ചാല്, നമ്മളിപ്പോ കുറച്ച് ലെറ്റേഴ്സ് ഇതെടുത്തു. ഇതിനകത്ത് ഞാൻ കുറച്ച് അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്, മലയാള അക്ഷരങ്ങൾ. അപ്പോ അത് നമ്മൾ നറുക്കിട്ട് എടുക്കും. അത് ഓരോരുത്തരും 3 പേരും 3 എണ്ണം എടുക്കും. അപ്പൊ അതിനകത്ത് ഏത് മലയാള അക്ഷരമാണ് വരുന്നത് ആ അക്ഷരം വെച്ച് നമ്മൾ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ആളോട് ചോദിക്കും. ഇപ്പോ കായാണ് കിട്ടിയെങ്കിൽ നീ എവിടെന്നാ വന്നേ? കാക്കനാടുന്ന്. നിന്റെ പേരെന്താ? കറുമ്പൻ. അങ്ങനെ മീൻസ് അങ്ങനത്തെ ഒരു ചലഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫണ്ണായിരിക്കും എന്ന് വിചാരിക്കണം അല്ലെ? നമ്മൾ ഒരുമിച്ചുള്ള ഫസ്റ്റത്തെ ചലഞ്ച് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ചലഞ്ചിലോട്ട് കടക്കാം. ഓക്കെ പറയണ. അപ്പൊ ദേ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ചലഞ്ച് നമ്മൾ തുടങ്ങാൻ പോകണം. അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ ഇത് 2 ഐറ്റംസ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു ബൗളില് ഉപ്പാണ് കേട്ടോ, പിന്നെ നാരങ്ങയും. അപ്പൊ നമ്മുടെ ചലഞ്ച് തോക്കണ ആള്, മീൻസ് നമ്മൾ ചലഞ്ച് അത് തോറ്റ് കഴിയുമ്പോ ഇതിനകത്ത് 2-ൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് കഴിക്കാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ചലഞ്ചിലോട്ട് പോവാട്ടോ. അപ്പൊ ദേ ഫസ്റ്റ് തന്നെ നമുക്ക് നറുക്കിടുക. തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. എടുത്തോ. ഓ മൈ ഗോഡ്. അമ്മയ്ക്ക് എന്നിട്ട് കിട്ടിയേ? കാണിച്ചു കൊടുക്ക്, തുറന്ന് കാണിച്ചു കൊടുക്ക്. ഫേസ് വിച്ചത് മറിക്കല്ലേ കേട്ടാ. ഒന്നുകൂടി പറഞ്ഞോ, എത്രയാണ്? എനിക്ക് കിട്ടിയത് നിനക്കോ? എനിക്ക് ഓ, നിനക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമുക്ക് അമ്മയുടെ അടുത്ത് നിന്ന് തന്നെ തുടങ്ങാലേടാ. അപ്പൊ നമുക്ക് അമ്മയുടെ അടുത്ത് നിന്ന് തന്നെ തുടങ്ങാം. അപ്പൊ അമ്മയുടെ അടുത്ത് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഞാനും അപ്പു മാറി മാറി ചോദിക്കും. വിച്ചു ഇടയിൽ സംസാരിക്കരുത് കേട്ടാ. വെച്ച് തന്നെ അമ്മ എല്ലാരും പറയണം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അമ്മ എവിടെ നിന്നാണ് വരുന്നത്? പാലക്കാട്. എന്തൊട്ട് ഇന്ന് രാവിലെ കഴിച്ചത്? പത്തിരി. വേഗം പറയണോട്ടോ, സ്ലോ അടിക്കാൻ പാടില്ല. ഓക്കെ. കയ്യിലെന്തിട്ടാ? കയ്യില് ഒന്ന്. സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞ ഇതാണ് ഗൈസ്, നമ്മുടെ അമ്മമാരെ പെട്ടെന്ന് തോപ്പിക്കാൻ പറ്റും. എന്റെ കയ്യിലാണ്. അപ്പൊ അമ്മ തോറ്റിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അമ്മക്ക് അമ്മ ഏതാണ് എടുക്കുന്നത്? ഉപ്പ് വേണോ നാരങ്ങ വേണോ? നാരങ്ങ മതി.
നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞത് വീഡിയോയിൽ കാണണം. ഇങ്ങോട്ട് മോയം കാണിക്കൂ കുറച്ചടുത്ത്. ഇതൊക്കെ നീക്കി. നാരങ്ങ വീഡിയോയിൽ നോക്കി നാരങ്ങ ടേസ്റ്റ് ഞങ്ങക്ക് പറഞ്ഞു കേട്ടാ. നാരങ്ങ കുഴപ്പമില്ല. തിന്നി പൊക്കി പിടിച്ച കുറച്ച് കിട്ടണില്ല നാരങ്ങ നീര്. എങ്ങനെയുണ്ട്? നല്ല പുളിയുണ്ടല്ലേ? ഓക്കെ. അപ്പൊ അമ്മ ചലഞ്ച് തോറ്റിരിക്കുന്നു. വേഗം തന്നെ കുറച്ച് കൂടുതൽ നേരം ആരാ നിക്കണേ? അല്ല, ഇത് നമുക്ക് എപ്പോ വേണേലും തോക്കാലോ. അപ്പൊ ആരാണ് ഈ കൂടുതൽ നേരം നിക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പൊ അടുത്തത് നമുക്ക് അപ്പുവിനോട്ട് പോവാം. അതായിരിക്കും അല്ലെ എന്നോട് ലാസ്റ്റ്. അതായിരിക്കും നല്ലത്. അപ്പൊ നിനക്ക് ആയാണ് വന്നേക്കുന്നത് അക്ഷരം. നീ ഇന്ന് രാവിലെ എന്താ കഴിച്ചേ? അപ്പം. നീ എവിടെന്നാ വന്നെ? ആലുവ. നിന്റെ ആ ചേച്ചിയുടെ പേരെന്താ? അപർണ. നമ്മളാണ് കളി. സത്യസന്ധമായ കാര്യങ്ങൾ നമ്മോട് പറയാറുണ്ട്. അമ്മ ചോദിക്ക് കുറച്ച് ചോദ്യങ്ങള് ചോദിക്ക്. വേഗം ചോദിക്ക്. സ്പീഡ് ലഗടിക്കാൻ പാടില്ല. എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കണേ? അഴയില് ഉണക്കിയ ഡ്രസ്. കടലിൽ എന്തിട്ടുള്ളേടാ? അരാപ്പൈമ. അതൊരു മീനാണ്. ഓക്കെ. റോട്ടി കൂടി എന്തിട്ടാടാ പോണത്? അഴുകിയ മനുഷ്യൻ. ആകാശത്തിലൂടെ എന്തിട്ടാ പറക്കുന്നേ? ആകാശഗംഗ. ആകാശഗംഗ ആകാശത്തിലുള്ളതാണല്ലോ, പറന്നൊക്കെ പറയാൻ പറ്റില്ല. എന്നാലും പിന്നെ അരയെല്ലാം ആകാശത്തിൽ കൂടെ അല്ലേ പറക്കണത്. പൊന്നമ്മേ, ഇത് ഭയങ്കര ഫണ്ണായി പോയി. നിനക്ക് ഏത് കറിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? കേട്ടില്ല, മനസ്സിലായി. ഏത് കറിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അവിയൽ. ഏത് നിറങ്ങളാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആകാശത്തിന്റെ കളർ. ആകാശം തന്നെ ഇടക്കിടക്ക് പിടിക്കണ്ടല്ലേ. പിന്നെ നിന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ പേര്? അതുൽ. ഏലിയനാ? പുഴയിലുള്ളത് എന്താ? ആൽഗേസ്. ഓക്കെ. അച്ഛന്റെ കടയിലേ നീ പോയപ്പോ എന്തിട്ടാടാ കണ്ടേ? അച്ഛനെ കണ്ടു. സ്വാഭാവികല്ലേ. ഓക്കെ. അതെന്താ? അവിടെ ഒരു പല്ലി. ഓക്കെ. തലയിൽ എന്തിട്ടാ? അഴുക്ക്. നീ എവിടെന്നാണ് ഇന്നലെ പോയത്? ഇന്നലെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ പോയായിരുന്നു. ഇന്നലേന്ന് പറഞ്ഞില്ലേ? അത് കുഴപ്പമില്ല അല്ലെ? ഇന്നലെ അങ്ങനെ പറയാൻ പാടില്ലേ? അതെനിക്കറിയില്ല. അതിന്റെ ഉത്തരം ആൻഡമാൻ പോയി. എനിക്കറിയില്ല അങ്ങനെ പറയാൻ പാടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മ കുറച്ച് ചോദിക്കും. ചോദിക്കേ. അഴുക്ക്. പിന്നെ ചെരുപ്പിന്റെ ഉള്ളിൽ. നിനക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ആരെയാണ്? അമ്മ. അമ്മയാണ് എനിക്കിഷ്ടം. സൈഡിൽ കൂടെ. റോഡിലൂടെ ഓടുന്നത് എന്താണ്? ആവി വണ്ടി. ഇവൻ കുറച്ച് കൂടി തുടങ്ങിയ ചോദ്യങ്ങൾ കിട്ടുന്നില്ലല്ലോ. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5, ടിക് ടിക് 6, ടിക് ടിക് 7. തോറ്റ്. ഭയങ്കര സ്ലോ അടിച്ച്. എനിക്ക് കൊറേ ചോദ്യങ്ങൾ ചോദിക്കാൻ കിട്ടുന്നില്ല. ഇവൻ തോറ്റ്. നിനക്ക് ഉപ്പ് വേണോ നാരങ്ങ വേണോ? നാരങ്ങ മതി. ഉപ്പ് തന്നെ ഒരു പിടി കഴിക്കണേ. ചോദ്യം കൊറേ തിന്നണ്ടാ. ഇടാ മതിയടാ. നല്ല പുലി. സന്തോഷമായില്ലേ അവന് നാരങ്ങ കഴിച്ചപ്പോ? അപ്പൊ അടുത്ത ചലഞ്ച് എന്റെയാണ്. എന്റെ അക്ഷരം
മാ. അപ്പൊ നമുക്ക് സ്പീഡിൽ തന്നെ പോവാം. ഇതൊക്കെ എനിക്ക് എന്ത് സിമ്പിള്. എന്നാ പിടിച്ചോ, മൈക്ക് പിടിച്ചോ. അമ്മേ ചോദ്യമൊക്കെ നോക്കി വെച്ചോട്ടാ. ഓ മൈ ഗോഡ്. ഒരു പക്ഷിയുടെ പേര് പറയൂ. മരപ്പൊത്ത്. മരപ്പൊത്ത് ആദ്യമേ തോറ്റിരിക്കുന്നു. മരപ്പൊത്ത് എന്ന് പറഞ്ഞ ഒരു പക്ഷിയെ കേട്ടിട്ടുണ്ടോ? ഞാനേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ സിമ്പിൾ ആയിക്കോട്ടെ വെച്ചിട്ടേ മയില് പറഞ്ഞോട്ടെ വെച്ച് കൊടുത്താണ്. മരപ്പൊത്തത് മരപ്പോത്തെന്ന് പറയണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലൊക്കെ ഇത് കൊടുക്കരുത്. മരപ്പൊത്തുന്നത് എന്ത് കിട്ടിയില്ല. ഒന്നും കൂടെ എനിക്കൊരു ചാൻസ് ആണ്. പരിപാടി ഹോസ്റ്റ് ചെയ്തത് ഇവളായത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ചാൻസും കൂടി കൊടുക്കാം. പക്ഷെ ഒരു ചലഞ്ച് നമ്മൾ കൊടുക്കും. പക്ഷെ പരിപാടി ഹോസ്റ്റ് ചെയ്തത് ഇവളാണ്, അതുകൊണ്ട് ഒരു ചാൻസ് കൂടി കൊടുക്കാം. മരപ്പൊത്തെന്ന് എന്തൊക്കെ പറയണേ. ഏത് വേണം? ഒരു ഇത് വേണ്ടേ? എന്നോട് കൊടുക്കാം അല്ലേ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, എന്നെ സപ്പോർട്ട് ചെയ്യാ. അതെ. വിച്ചുവിനായിട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? മഞ്ഞപ്പൊടി ടപ്പം. അതുണ്ട്, ഇടയ്ക്ക് കൊടുക്കുന്നു. എന്തൊക്കെയാണ് വീട്ടാക്കി കൊടുക്കണേതാവുക. കണ്ണേട്ടായി ഇപ്പൊ എവിടെയാണ്? മരുഭൂമിയിൽ. അത് കറക്റ്റ്. അമ്മയുടെ പേരെന്താണ്? മാമാട്ടിക്കുട്ടി. അമ്മേന്റെ പേര് മാറ്റി പറഞ്ഞു. അമ്മയുടെ മണിന്നായിരുന്നു. അമ്മമ്മയുടെ പേര് ശരിക്കും മണിന്നായിരുന്നു. മാവച്ചറ് തുറക്കണേ. ഓക്കെ, ഇല്ല അത് പറഞ്ഞല്ല. ഓക്കെ, പിന്നെ നമ്മുടെ ഈ റോട്ടിൽ കൂടെ ഓടുന്ന ഒരു ബസ്സിന്റെ പേര് എന്തായിരുന്നു? മണികിലുക്കം. ഓക്കെ. വിച്ചുവിന് ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ പേര്? മായാവി. മായാവി. ഓക്കെ ഓക്കെ. അതാ ആക്ച്വലി മായാവി ലുട്ടാപ്പിന്ന് വരാൻ പോയി. ഞാൻ അതും ഒരു എളുപ്പ ക്വസ്റ്റ്യൻ ഇട്ടതാ ശരിക്കും. വിച്ചു മാർവലിന്റെ ആളാണ്, അപ്പൊ മാർവൽ അതോട് പറഞ്ഞതാ. ഓക്കെ, ഇനി അമ്മക്ക് വല്ല ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട? വിച്ചു അറ്റ് എ ടൈം ഒരാളെ സംസാരിട്ടോ? ഒന്നുമില്ലേ? അമ്മക്ക് ആലോചിക്കണം ശരിക്കും പറഞ്ഞാൽ. നമ്മളിപ്പോ ചെറിയൊരു ചലഞ്ചിൽ തന്നെ തുടങ്ങിയത് ഇതാണ്. നമുക്ക് പയ്യെ ഇവര് ഫസ്റ്റ് ടൈമാണ് വീഡിയോയിൽ വന്നത്, അപ്പൊ പരിചിതാക്കി എടുക്കാന്ന് വിചാരിച്ചിട്ട്. കണ്ടിന്യൂ. നമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണ്? ഞാൻ മയിലിനെ കുറെ കാണാറുണ്ട്. ഇപ്പോൾ ഏത് രാജ്യത്ത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതാ? മാക്സ്. ഓ, അതും പിടിച്ച്. ഇഷ്ടപ്പെട്ട നടന്റെ പേര്? മമ്മൂട്ടി. അയ്യോ, എളുപ്പ ക്വസ്റ്റ്യൻ ഉള്ള കാലം ചോദിക്കണത്. ക്വസ്റ്റ്യൻ ഒന്നും കിട്ടാനുള്ള തേക. അയ്യോ, പ്രശ്നായി. ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ? ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ്? മൈസൂർ. നമ്മ ടഫ് എന്തെങ്കിലും ആലോചിച്ചു. ഞാനിങ്ങനെ ആലോചിക്കണ്. നിന്നേക്കാളും കൂടുതൽ ടൈം ഞാൻ എടുക്കണെങ്കിൽ ഞാൻ ജയിച്ചോട്ടാ. അതിപ്പോ എങ്ങനെ നമ്മ? അമ്മയുടെ വീട് മാലിയങ്കര. അച്ഛൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അച്ഛൻ മൈസൂർ തന്നെയാണ്. അമ്മാമ്മയുടെ കാലിൽ എന്തോന്നാ? മൈഗ്രെയിൻ. കാലില് ഇത് നമ്മ തെറ്റായിട്ട് കൂട്ടണ്ടേ, കാരണം മൈഗ്രെയിൻ കാലില് വരില്ല. അപ്പൊ ഇത് സെക്കൻഡ് ചാൻസ് ആയി. ഇത് തോറ്റ് ഒറ്റതായിട്ട് കൂട്ടുന്നത്. മൈഗ്രെയിൻ കാലിൽ വരും. മന്ത് എന്നൊക്കെ പറയണേ കുഴപ്പമില്ല. അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനല്ല, ഞാൻ പറഞ്ഞതാണ്. അത് കാലിൽ തന്നെ സാധനമുള്ള. പക്ഷെ മൈഗ്രെയിൻ അല്ല. അങ്ങനെ ഇപ്പൊ നമുക്ക് എന്ത് ചക്ക മാങ്ങാത്തേക്കാന്നൊക്കെ പറഞ്ഞൂടെ. ഇത് തെറ്റായൊരു ഇതാണ്, അതുകൊണ്ട് നമ്മ തെറ്റായി. അതെ. ഇനി എന്താണ് എടുക്കേണ്ടതും കൂടി ഒന്ന് ചോദിച്ചോളൂ. എന്താ എടുക്കേണ്ടത്? ഉപ്പ് എടുക്കും. ഞങ്ങൾ രണ്ടുപേരും നാരങ്ങയിരുന്നു. നീ പൂശിക്കോ, നോക്കാല്ല. അതെനിക്ക് ഇഷ്ടം. ഇച്ചിരി കൂടി ഇത്ര എടുക്കാല്ലേ? അത്ര മതി, അത്ര മതി. അല്ലെങ്കിൽ ഉള്ള ബുദ്ധി പോവും. 2 സെക്കൻഡ് ചാൻസ് ആയിരുന്നു. സെക്കൻഡ് ചാൻസ് ആയിരുന്നു. ഇവരെന്നെ ശരിയല്ലട്ടാ.
ഇതൊക്കെ നാരങ്ങ ഉപ്പും മിക്സ് ചെയ്ത് തന്നേക്കണം. ഇത് ഞാൻ കഴിക്കണം എന്നാ പറയുന്നത്. അതെ കഴിക്കണം. 2 ചാൻസ് തന്നേല്ലേ. കുഴപ്പമില്ല ഗൈസ്, ഇത് ഞാൻ എന്തായാലും ഈ ചലഞ്ച് ഏറ്റെടുക്കും. ഇനി ഇതിലും വലിയ ചലഞ്ചുകൾ ഞാൻ ഏറ്റെടുക്കും. പക്ഷെ നിങ്ങൾ എന്റെ കൂടെ സപ്പോർട്ട് കട്ടയ്ക്ക് ഉണ്ടാവണം. അപ്പൊ സബ്സ്ക്രൈബ് ഇപ്പൊ തന്നെ ചെയ്യാ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോ കഴിക്കാല്ലേ? എങ്ങനെയുണ്ട്? പക്ഷേ ഇല്ലേ ഇവർക്ക് ഉപ്പ് സോഡ കുടിച്ച പോലെ ഇരിക്കുള്ളൂ. ഞങ്ങൾക്കൊക്കെ നാരങ്ങ മാത്രം ഉണ്ടാവുള്ളൂ. എങ്ങനെയുണ്ട്? എന്തായാലും പറഞ്ഞ പോലെ തന്നെ മറ്റേ ഉപ്പ് കഴിച്ചൊരു ഫീലൊക്കെ തന്നെയാണ്. കൂടിയ സംഭവം, സോഡ ഇല്ലാത്ത സംഭവം. അപ്പൊ നമ്മുടെ ചലഞ്ച് ഒക്കെ ഇവിടെ കഴിഞ്ഞേക്കാണ്. അപ്പൊ നമ്മുടെ വിന്നർ ആരായിരിക്കും? കുറച്ചും കൂടി നല്ല ഉത്തരങ്ങൾ. അയ്യോ ആദ്യം തന്നെ അപ്പൊ കുറച്ചുകൂടി നല്ല കുറച്ചുകൂടി നല്ല ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ചലഞ്ച് വിൻ അയക്കണത് ആരാന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പക്ഷെ നമ്മള് തെരഞ്ഞെടുത്ത് ഇവനാണെന്ന്. ഇവിടെ ഫോക്കസ്. അപ്പൊ നമ്മൾ ഇപ്പൊ തെരഞ്ഞെടുത്തത് ഇവനെയാണ്. പക്ഷെ ഈ വീഡിയോ കണ്ടിട്ട് ആരാ ജയിച്ചെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ പറയൂ. ഇപ്പൊ നമുക്ക് അപ്പുവിനെ തെരഞ്ഞെടുക്കാം. അപ്പൊ നമുക്ക് സമ്മാനം അടിച്ചാൽ നമുക്ക് അപ്പുവിന് ഒരു സമ്മാനം കൊടുക്കാൻ പറ്റും. മാമേ അയ്യോ കയ്യിലൊക്കെ അറിയും. ഈ പേനയും കൊണ്ട് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ചോ. ഈ പേന കൊണ്ട്. അപ്പൊ നമ്മുടെ ചലഞ്ച് ഒക്കെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി അടിപൊളി ചലഞ്ച് ഒക്കെ ആയിട്ട് ഇനിയും വരും. അപ്പൊ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു സൂൺ. ബൈ.